പ്രിയപ്പെട്ട മക്കളെ, നമ്മളിവിടെ ഇന്ന് ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയും അതുപോലെ തന്നെ നരേഷ് സക്സേന ഈ കവിതയെ ടിപ്പണിയാക്കി എഴുതിയിരിക്കുന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് വിനോദ് കുമാർ ശുക്ല എഴുതിയ കവിതയാണ്. അതാ നിങ്ങൾക്ക് ഇവിടെ കവിത കാണാൻ പറ്റും. ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്നത് വിനോദ് കുമാർ ശുക്ലയുടെ കവിതയാണ്. അത് നരേഷ് സക്സേനയാണ് ടിപ്പണിയാക്കി അതിന്റെ ആസ്വാദനക്കുറിപ്പ് എഴുതിയിരിക്കുന്നത് നരേഷ് സക്സേനയാണ്. അതായത് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എല്ലാവരും എങ്ങനെയുള്ളവരായിരിക്കണമെന്നാണ്? മനുഷ്യത്വമുള്ളവരായിരിക്കണം. എല്ലാവരും മനുഷ്യത്വമുള്ളവരും അതുപോലെ തന്നെ സഹജീവികളോട് കരുണയുള്ളവരുമായിരിക്കണം. ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ ഉംറ്, അതുപോലെ തന്നെ ജാതി, അതുപോലെ പദവി ഇതൊന്നും അറിയുക എന്നതല്ല. അതായത് നാം, പദേ, ഉംറ്, ഓഹദേ, ഒരു വ്യക്തിയുടെ പേര്, വയസ്സ്, നാം, പദേ അഡ്രസ്സ്, ഉംറ് വയസ്സ്, ഓഹദേ പദവി. അപ്പോൾ ഒരു വ്യക്തിയുടെ വയസ്സും അതുപോലെ തന്നെ ജാതി, മതം, പദവി ഇതൊന്നും അറിയുക എന്നതല്ല ഒരു വ്യക്തിയെ അറിയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തിയുടെ നിരാശയും ഹതാശയും, അതായത് ഒരു വ്യക്തിയുടെ സങ്കടം, അദ്ദേഹത്തിന്റെ നിരാശ, അതൊക്കെ അറിയുക എന്നതാണ് ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ എന്നാണ് കവി ഈ കവിതയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതൊരു വ്യക്തിയും എങ്ങനെയുള്ള ആളായിരിക്കണം? മനുഷ്യത്വമുള്ള ആളായിരിക്കണം എന്നാണ് ഈ കവിതയിലൂടെ കവി ഓർമ്മപ്പെടുത്തുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ കവിത യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും കവിതയെ കുറിച്ചിട്ട്. കവിത എന്താണ് ഈ കവിതയിൽ ഉള്ളത് എന്നുള്ളത്. പക്ഷെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് എക്സാമിന് ഏതൊക്കെ ഭാഗത്തുനിന്നാണ് ക്വസ്റ്റ്യൻ വരിക, എങ്ങനെയാണ് ഇതെന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്ന കാര്യമാണ് നമ്മളൊരു മോഡലായിട്ട് നോക്കാൻ പോകുന്നത്. അതായത് ഇവിടെ വിനോദ് കുമാർ ശുക്ല എഴുതിയിട്ടുള്ള കവിത, അദ്ദേഹത്തിന്റെ കവിതയിൽ അദ്ദേഹം എങ്ങനെയാണ് പ്രശസ്തനായിട്ടുള്ളത് എന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ മൗലികത കെ സാത്ത് ഭാഷാക്കി അൻഗഢത, അദ്ദേഹം എങ്ങനെയാണ് വിനോദ് കുമാർ ശുക്ല വിഖ്യാതനായിട്ട് എന്തിലാണ് എന്ന് ചോദിക്കും. വിനോദ് കുമാർ ശുക്ല വിഖ്യാത്, കണ്ടോ? ഈ ഭാഗം നിങ്ങൾ പഠിച്ചു വെക്കണം. വിനോദ് കുമാർ ശുക്ല അപ്പനി മൗലികത കെ സാത്ത് ഭാഷാ കി അൻഗഢത കെ ലിയെ വിഖ്യാത് ഹെ. വിനോദ് കുമാർ ശുക്ല തന്റെ മൗലികതയും അതുപോലെ തന്നെ ഭാഷയുടെ അൻഗഢത, ഈ രണ്ട് കാര്യത്തിലാണ് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ കവിതയില് രൂഢീഗ്രസ്ത് ആധാർ, അസലി ആധാർ പറയുന്നുണ്ട്. രൂഢീഗ്രസ്ത് ആധാർ എന്ന് പറഞ്ഞാല് ഹതാശ, നിരാശ, അസഹായത, സങ്കട്, അതാണ് അസലി ആധാർ. രൂഢീഗ്രസ്ത് ആധാർ എന്ന് പറഞ്ഞാൽ നാം, പദേ, ഉംറ്, ഓഹദയാണ് രൂഢീഗ്രസ്ത് ആധാർ. രൂഢീഗ്രസ്ത് ആധാർ എന്താണ്? ഇവിടെതാ ഹതാശ, നിരാശ, അസഹായത, സങ്കടം ഉണ്ടല്ലേ? ഹതാശ, നിരാശ, അസഹായത, സങ്കട്, കണ്ടോ? ഇതാണ് അസലി ആധാർ. യഥാർത്ഥമായിട്ടൊരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഒരു വ്യക്തിയെ മനസ്സിലാക്കുക, ആ വ്യക്തിയുടെ ഹതാശയും നിരാശയും സങ്കടവും ഒക്കെ അറിയുക എന്നതാണ് അസലി ആധാർ, യഥാർത്ഥമായിട്ടുള്ള അടിസ്ഥാനം. അസലി ആധാർ മനസ്സിലായോ? അസലി ആധാർ എന്താണ്? അസലി ആധാർ ഹതാശ, നിരാശ, അസഹായത, സങ്കട്, ഇത് 2 മാർക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അസലി ആധാർ. അതുപോലെ തന്നെ രൂഢീഗ്രസ്ത് ആധാർ ഇതവിടെ നാം, പദേ, ഉംറ്, ഓഹദേ, ജാതി, കണ്ടോ? ഇതാണ് രൂഢീഗ്രസ്ത് ആധാർ. പേര്, അഡ്രസ്, വയസ്സ്, പദവി, ജാതി, പദവിയും ജാതിയും, പേരും അഡ്രസ്സും വയസ്സും പദവിയും ജാതിയും, ഇതാണ് രൂഢീഗ്രസ്ത് ആധാർ. അപ്പോൾ ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് നമ്മൾക്ക് അറിയാവുന്ന കാര്യം വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അല്ലെ? പേര്, അഡ്രസ്സ്, വയസ്സ്, ജാതി, അദ്ദേഹത്തിന്റെ പദവി, അദ്ദേഹത്തിന്റെ ജോലി, അതൊക്കെ അറിയുക എന്നതാണ് ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ എന്നാണ്. പക്ഷേ ഈ അർത്ഥത്തിനെ
പാടെ മാറ്റിമറിക്കുകയാണ് ഇവിടെ കവി ചെയ്യുന്നത്. ഈ അർത്ഥത്തിനെ പാടെ അദ്ദേഹം മാറ്റിമറിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എങ്ങനെയാണ്? ആ വ്യക്തിയുടെ ഹതാശ, നിരാശ, അസഹായത, സങ്കടം ഇതൊക്കെ മനസ്സിലാക്കുക എന്നതാണ് ഒരു വ്യക്തിയെ അറിയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് ഒരു ഉദാഹരണമായിട്ട് അദ്ദേഹം ഇവിടെ പറയുന്നു, സടക്ക് പർ ഗായൽ പടെ അപരിചിത വ്യക്തി കോ ദേക്കർ ക്യാ ഹം കഹ് സക്തേ ഹെ കി ഉസേ ഹം നഹീ ജാൻതേ. റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു അപരിചിതനായ വ്യക്തിയെ കണ്ടിട്ട് നമുക്ക് പറയാൻ സാധിക്കുമോ അയാളെ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. മുറിവേറ്റ് കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ മനുഷ്യത്വമുള്ള ആരെങ്കിലും അദ്ദേഹത്തിന് സഹായിക്കും, അല്ലെ? അദ്ദേഹത്തിന് ആ സമയത്ത് എന്താണ് ആവശ്യമുള്ളത്? ആ സമയത്ത് അദ്ദേഹത്തിന് ആവശ്യമുള്ളത് സഹായമാണ്, അല്ലെ? മദദിക്ക് സരുറത്ത് ഹെ. ആ സമയത്ത് അദ്ദേഹത്തിന് സഹായമാണ് ആവശ്യമുള്ളത്. സങ്കടത്തില്, മുസീബത്ത്, പ്രയാസത്തിൽ പെട്ടുകിടക്കുന്ന ഒരു വ്യക്തിക്ക് ആ സമയത്ത് ആവശ്യം എന്താണ്? സഹായമാണ് ആവശ്യം. ആ സഹായമാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഈ കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനനെ കി യാദ് ദിലാത്തി ഹൈ. ഈ കവിത മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് നടത്തുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കവിത മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക എന്നാണ് കവി ഇതിലൂടെ പറയുന്നത്. എന്താണ്? മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാന. ഇതാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ കവിതയില് ജാനന എന്ന ശബ്ദത്തിന് അദ്ദേഹം ഊന്നൽ നൽകി പറയുന്നുണ്ട്. കവിതാമേ ലഗാതാർ, കവിതയിലുടനീളം ജാനന നഹി ജാനന എന്ന് വരുന്നുണ്ട്. അതായത് ഈ കവിതയിൽ നിങ്ങൾക്ക് കാണാം, ഈ കവിതയിൽ നോക്കൂ, കവിതയില് ജാനനത, ജാൻതാദ കണ്ടില്ലേ? ഇവിടെയുണ്ട് ജാൻതാദ, ജാൻതാദ, നഹീം ജാൻതാദ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ജാൻതാദ, നഹീം ജാൻതാദ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചു വരുന്നുണ്ട്. ഇവിടെ നഹീം ജാൻതാദ, ജാൻതാദ, ഇതാ നഹീം ജാൻതാദ, ജാൻതാദ, ഇവിടെ നഹീം ജാൻതേദ കണ്ടില്ലേ? അപ്പൊ ഇവിടെ ഈ കവിതയിൽ ജാനന, അതായിട്ട് അറിയുക എന്ന ശബ്ദത്തിനെയാണ് ഊന്നൽ നൽകി പറയുന്നത്. മനസ്സിലായോ? ജാനനെ और नहीं जानने और जानने का बयान करती जाती है शिल्प की इस कारीगरी को देखे. वह मुझे नहीं जानता था कि हाथ बढ़ाने को जानता था. അയാൾക്ക് എന്നെ അറിയുമായിരുന്നില്ല, പക്ഷേ ഹാത്ത് ബടാനേക്കോ ജാൻതാദ ഹം ഏക് ദൂസരേക്കോ നഹീ ജാൻതാ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയുമായിരുന്നില്ല, പക്ഷേ കവിക്ക് അദ്ദേഹത്തിനെ സഹായിക്കാൻ കൈ നീട്ടാൻ അറിയാമായിരുന്നു. ആ സഹായം സ്വീകരിക്കാൻ ആ വ്യക്തിക്കും അറിയുമായിരുന്നു. മനസ്സിലായില്ലേ? വഹ് മുझे नहीं जानता था हाथ बढ़ाने को जानता. ഹാത്ത് ബടാന പറഞ്ഞാല് കൈ നീട്ടുക, അതായത് സഹായം നൽകുക, സഹായത ദേന, അതാണ് ഹാത്ത് ബടാന എന്ന് പറഞ്ഞാല്. ഹാത്ത് ബടാന കൈ നീട്ടുക, അതായത് സഹായിക്കുക. മനസ്സിലായോ? മദത് കർണ അല്ലെങ്കിൽ സഹായത ദേന എന്നാണ് ഹാത്ത് ബടാന എന്ന് പറഞ്ഞാല്. ഹം ഏക് ദൂസരേക്കോ നഹീം ജാൻത. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയുമായിരുന്നില്ല, പക്ഷേ സാത്ത് ചലന ജാത്തേതെ, ഒന്നിച്ച് നടക്കാൻ ഞങ്ങൾക്ക് അറിയുമായിരുന്നു. നഹീം ജാന്ന ഓർ ജാന്ന, മനസ്സിലായില്ലേ? ഇവിടെ നഹീം ജാന്ന എന്നും ജാന്ന എന്നും ഈ കവിതയില് ലോകഗീതിക്ക് സ്ഥായിക്ക് തര ബാർ ബാർ ലൗടത്താ ഹെ. ഇവിടെ ഒരു നാടൻ പാട്ടിലെ വരികളുണ്ടല്ലോ, നാടൻ പാട്ടിലെ ഈരടികളെ പോലെ ഇത് നിരന്തരം എങ്ങനെയാണ് ആവർത്തിച്ചു വരുന്നുണ്ട്. നിരന്തരം ബാർ ബാർ ലൗടത്താ ഹെ, നിരന്തരം ആവർത്തിച്ചു വരുന്നു. ഞാൻ കാണിച്ചല്ലോ നേരത്തെ കവിതയിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. गद्य में लिखी हुई कविता में लिरिकल या गीतात्मक का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा. जैसे किसी गजल में आखिरी शेर की आखिरी शब्द श्रोताओं के जुबान पर आप से आप जाते हैं, वैसे ही इस कविता के अंतिम शब्द साथ साथ चलना. यदि ये कथा पाठ रोक दिया जाए तो तुमने सुनने वाले गुदवा के पूरा कर देंगे और कहेंगे जानते दे. അതായത് ഈ കവിത കേൾക്കുന്ന ആള്, കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ കവിത കേട്ടുകൊണ്ടിരിക്കുക അതിനെ ഇടയ്ക്ക് വെച്ച് നിന്ന് പോയാലും എങ്ങനെയാണ് ആ കവിതയുടെ ബാക്കി ഭാഗം
ചേർത്ത് പാടാൻ സാധിക്കും. അതായത് അതിലെല്ലാം ജാൻതേ ദേ നെഹീം ജാൻതേ ദേ എന്നാണ് വരുന്നത് അല്ലേ, നാടൻ പാട്ടിലേതുപോലെ. അപ്പൊ നമ്മൾ ആ കവിത കേൾക്കുന്ന സമയത്ത് നമ്മുടെ നാക്കിൻ തുമ്പിൽ ജാൻതേ ദേ എന്നാണെങ്കിൽ ജാൻതേ ദേ, ആ ഭാഗത്ത് ജാൻതേ ദേ ചേർക്കണമെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ നാക്കിൻ തുമ്പിൽ അത് വരും. ജാൻതേ ദേ നെഹീം ജാൻതേ ദേ എന്ന് നമ്മൾ അറിയാതെ പാടിപ്പോകും എന്നാണ് പറഞ്ഞത്. ഈ കവിത ജാന്ന എന്ന ശബ്ദത്തിന്റെ രൂഢീഗ്രസ്ത ആധാറിനെ, രൂഢീഗ്രസ്ത അർത്ഥത്തിനെ പൂർണ്ണമായി മാറ്റിമറിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പഹലി ദോ പങ്ക്തിയോമേ കവി അപ്പനി പൂരി ബാത്, ഈ കവിതയിലെ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടുണ്ട്. हताशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था, हताशा को जानता था, इसलिए मैं उस व्यक्ति को पास गया, मैंने हाथ बढ़ाया. ഈ ഇത്രയും വരികളിൽ തന്നെ അദ്ദേഹം പറയാനുള്ള കാര്യം പൂർണ്ണമായിട്ടും പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഹതാശാസെ, നിരാശയോടെ ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ വ്യക്തിയെ ഞാൻ അറിയുമായിരുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് നിരാശയുണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് ചെന്നു അദ്ദേഹത്തെ സഹായിച്ചു. ഹത്ത് ബഡായ, കൈ നീട്ടി, അതായത് അദ്ദേഹത്തെ സഹായിച്ചു. അത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഈ കവിതയിൽ പറഞ്ഞത്. പക്ഷെ അതിനെ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ബാക്കി ഭാഗങ്ങളിൽ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഈ കവിതയിൽ അദ്ദേഹം ഈ സന്ദേശം, മനുഷ്യനെ മനുഷ്യനായിട്ട് കരുതുക എന്ന സന്ദേശം കവിതയിൽ ഉപദേശ് കി തര നഹി ആത്ത, ഒരു ഉപദേശ രൂപത്തിൽ അദ്ദേഹം പറയുന്നില്ല. കവി ഇതൊരു ഉപദേശ രൂപത്തിൽ പറയുന്നില്ല. പക്ഷേ ഈ കവിത പഠിച്ചു കഴിഞ്ഞാൽ, വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം ഒരു തീരുമാനമെടുക്കും. എന്താണ്? ഞാനൊരു മനുഷ്യത്വമുള്ള വ്യക്തിയായി മാറും, ഞാനൊരു മനുഷ്യത്വമുള്ളവനാവും എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാൻ തോന്നുന്ന രീതിയിലാണ് ഈ കവിതയുള്ളത്. മനസ്സിലായോ? അതായത് അദ്ദേഹം അതിനെ ഒരു ഉപദേശമായിട്ട് പറയുന്നില്ല എങ്കിലും നമ്മളൊരു ഉപദേശമായിട്ട് അത് ഉൾക്കൊള്ളുന്നു. ഓക്കെ, അപ്പൊ ഇത് വളരെ സുന്ദരവും ലളിതവുമായിട്ടുള്ള ഒരു കവിതയാണ്. ഇത് എഴുതിയിരിക്കുന്നത് വിനോദ് കുമാർ ശുക്ലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പൊ കവിന്റെ പേര് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്, ആരാണ് ഈ കവിത എഴുതിയിരിക്കുന്നത് എന്ന്. വിനോദ് കുമാർ ശുക്ല. ടിപ്പണിയായി എഴുതിയിരിക്കുന്നത് ആരാണ്? നരേഷ് സക്സേനയാണ്. ഈ 2 പേരും നിങ്ങൾക്ക് മാറി, ഈ 2 പേരും 2 പേര് പഠിച്ചു വെക്കും, പക്ഷെ അത് മാറിപ്പോവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതായത് ടിപ്പണി ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ടിപ്പണിക്കാരനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വിനോദകുമാർ ശുക്ല എന്ന് എഴുതി വെക്കും. കവിയെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നരേഷ് സക്സേന എന്നും എഴുതി വെക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ 2 പേരിനെ എന്തെങ്കിലും കണക്ട് ചെയ്ത് പഠിക്കുക. വിനോദ് കുമാർ ശുക്ല കവിയാണ്. കവി, കവിത എഴുതിയത് കവി, അതിലും വി ഉണ്ട്, വിനോദ് കുമാറിനും വി ഉണ്ട് അല്ലെ. കവി വി, വിനോദ് കുമാർ അതിലും വി ഉണ്ട്. അപ്പോ ഈ പേര് അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക, കവി വിനോദ് കുമാർ ശുക്ല. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നരേഷ് സക്സേനയാണ് ടിപ്പണിക്കാർ എന്നത് മാറിപ്പോവില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഈ കവിത എഴുതിയത് ആരാണ്? വിനോദ് കുമാർ ശുക്ലയാണ്. നരേഷ് സക്സേനയാണ് ടിപ്പണിയാക്കി എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പഠിക്കേണ്ട കാര്യം രൂഢീഗ്രസ്ത ആധാറും അസലി ആധാറുമാണ്. രൂഢീഗ്രസ്ത ആധാർ എന്താണ്? നാം, പദേ, ഉമ്ര, ഓഹദേ യാ ജാതിയാണ് രൂഢീഗ്രസ്ത ആധാർ. അസലി ആധാർ എന്ന് പറയുന്നത് ഹതാശ, നിരാശ, അസഹായത, യാ സങ്കട് ആണ് അസലി ആധാർ. ഈ 2 ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ കവിയുടെ പേരും ടിപ്പണിക്കാരന്റെ പേരും ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് അടുത്തത് ഇതില് ജാന്ന, ജാൻതേ ദേ എന്ന ശബ്ദത്തിന്, ജാന്ന എന്ന ശബ്ദത്തിനാണ് ഊന്നൽ നൽകിയിരിക്കുന്നത്. ഏത് ശബ്ദമാണ് ഇവിടെ ഊന്നൽ നൽകി പറയുന്നത് എന്ന് ചോദിക്കുക. അപ്പൊ ഏത് ശബ്ദമാണ്? ജാനന എന്ന ശബ്ദമാണ് ഇവിടെ ഊന്നൽ നൽകി പറയുന്നത്. പിന്നെ ഇതില് അതുപോലെ സഹി മിലാനാണ് പിന്നീട് വരാൻ സാധ്യതയുള്ളത്. മനസ്സിലായോ? സഹി മിലാൻ. അതുപോലെ തന്നെ ഈ കവിതയുടെ സന്ദേശം ചോദിക്കും. കവിതയുടെ സന്ദേശം എന്താണ്? മനുഷ്യക്ക് തര ജാനന എന്നാണ്. 1 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ സന്ദേശം, കവിതാക്ക സന്ദേശ് ക്യാ ഹെ എന്നൊരു മാർക്കിന് ചോദിക്കുന്നു എങ്കിൽ മനുഷ്യക്ക് തര ജാനന എന്ന് എഴുതി വെക്കുക. അതല്ല 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഇതിലതാ ലാസ്റ്റ് ഇവിടെ ഉണ്ട്, दो मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है, जानकारियां जरूरी नहीं है. അതാണ് നിങ്ങൾ 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ എഴുതി വെക്കേണ്ടത്. മനസ്സിലായോ? അതുപോലെ തന്നെ
ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഹമേं കിൻ കിൻ വ്യക്തിയോ കി മദത് കർണി ചാഹിയെ എന്നാണ്. നമ്മൾ എങ്ങനെയുള്ള വ്യക്തികളെയാണ് സഹായിക്കേണ്ടത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ എഴുതേണ്ടത് ഹമേം ഹതാശ് അസഹായ് और संकट में पड़े व्यक्तियों की मदद करनी चाहिए. നമ്മൾ എങ്ങനെയുള്ള വ്യക്തികളെയാണ് സഹായിക്കേണ്ടത്? ഹതാശരായിട്ടുള്ള, നിരാശരായിട്ടുള്ള, അസഹായ്, സങ്കടത്തിൽ പ്രയാസത്തിൽ പെട്ടു നിൽക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ സഹായിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു മാർക്കിന് ഹതാശ എന്നതിൻ്റെ സമാനാർത്ഥക ശബ്ദമാണ് ഹതാശ, നിരാശ. ഹതാശ എന്നതിൻ്റെ സമാനാർത്ഥക ശബ്ദം എന്താണ്? നിരാശ. ഹതാശ എന്ന് പറഞ്ഞാൽ നിരാശയാണ്. ഹതാശ സമാനാർത്ഥക ശബ്ദ നിരാശ. ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ച് പഠിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഇതിൽ നിന്ന് വരുന്ന ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നന്നായിട്ട് കണ്ടിട്ട് കേട്ട് കാണുക. അതുപോലെ തന്നെ ഒന്ന് ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്കും കൂടെ ചെയ്യുക. ഓക്കെ.